നമ്മുടെ അവൽ മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല അവൽ മിച്ചറാണ്. ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു അവൽ മിച്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. അവൽ മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് അവിലിടാം. അവിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിലൊന്ന് വറുത്തെടുക്കണം. ചുമന്ന് പോകണ്ട, ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇളക്കുകയാണ്. അവിലൊന്ന് വറുത്തെടുക്കാം. അവിൽ താണ്ട മൂത്തല്ല നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകണം. അതാണ് ഇത് പൊടിയുന്നുണ്ട്. ആ പരുവാകുമ്പോൾ നമ്മളത് ഓഫാക്കണം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അവിൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ കുറച്ച് എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒരു 5-6 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട, ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില നമുക്കതിനകത്തേക്ക്, കറിവേപ്പിലയല്ല വെളുത്തുള്ളി അതിനകത്തോട്ട് ഇടാം. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇടാം. കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടനുസരിച്ചുള്ള കപ്പലണ്ടി ഇടുക. കപ്പലണ്ടി ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കടലപ്പരിപ്പൂടി ഇടാം. ആവശ്യത്തിന് ഇടുക. കടലപ്പരിപ്പൂടി ഇട്ടിട്ടുണ്ട്. അതോടൊന്ന് മൂക്കട്ടെ. ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇടാം. വേണമെങ്കിൽ ഞാൻ ഒരു നുള്ളു ഉപ്പിടിയാണ്. ആവശ്യമെങ്കിൽ ഒരു നുള്ളു ഉപ്പിടാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോവും. ഞാൻ തീ കുറച്ച് വെച്ചേക്കുകയാണ്. എരിവിനനുസരിച്ച് മുളക് പൊടി ആവശ്യത്തിന്, പിന്നെ കുറച്ച് കായപ്പൊടി. ഇതെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുക. കുറച്ച് അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ഇടുക. ഇത്രയും പഞ്ചസാരയൊന്നും പൊടിക്കാൻ പറ്റത്തില്ല. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതായാൽ നല്ലത്. കുറച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിനകത്തിടാം. ഇനി നമുക്ക് നമ്മുടെ അവിൽ, കറിവേപ്പില ഇതിനകത്തിട്ടിട്ടുണ്ട്. നമ്മുടെ അവിലിനകത്തോട്ട് എടുത്ത് ഇടാം. കിരികിരായിരിക്കുന്ന അവിലിനകത്തോട്ട് ഇടാം. ഇട്ടിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മിക്സറിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ മിക്സർ ശരിയായിക്കൊണ്ടിരിക്കുന്നു.